ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സീരീസിലെ അടുത്ത റെസിപ്പി ആയിട്ടാണ്. പോർക്ക് റോസ്റ്റ്, ഒത്തൻറ്റിക് കേരള പോർക്ക് റോസ്റ്റ്. അപ്പം ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്, നല്ല കൊഴുത്തിരിക്കുന്ന ഒരു ഡിഷാണ്. ആൻഡ് ഇതെൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് റെസിപ്പിയാണ്. നമ്മുടെ ഒറിജിനൽ കേരള പോർക്ക് റോസ്റ്റിന് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാൽ കിലോ എന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചാണ്. ക്ലീൻ ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ. മാരിനേഷന് ഒരു 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, കശ്മീരി അല്ല കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്. അതിനുശേഷം ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യുവാണ്. അപ്പം കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കൈയുടെ ആ ഒരു ചൂട് തട്ടിയിട്ട് നല്ലതായിട്ട് ഇതങ്ങോട്ട് ബ്ലെൻഡ് ആവും. അപ്പോൾ ഇതൊക്കെ തലേന്ന് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, എന്നിട്ട് ഞാൻ കുറച്ചുകൂടി പെപ്പർ പൗഡർ ഇട്ട് കേട്ടോ. അതിനുശേഷം സവോള അരിഞ്ഞത്, അത് ഒരു 3 സവോള ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 കൈപ്പിടി. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു 3 കൈപ്പിടി. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 3 കൈപ്പിടിയാണ് ഇതിലേക്ക് ഇട്ടത്. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപാര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ. ഏറ്റവും നല്ലത് ഇതൊക്കെ തലേന്ന് ചെയ്ത് വെക്കുന്നതാണ്. ശരിക്കും ആ ഒരു മീറ്റിലേക്ക് ഇതെല്ലാം ഇറങ്ങി, അത്ര ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 or 3, ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂണാണ് റൈസ് ബ്രാൻ ഓയിലാണ് എടുക്കുന്നത്, വെളിച്ചെണ്ണ ഒന്നുമല്ല. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മാരിനേറ്റഡ് പോർക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു തടിത്തവി ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചായിരുന്നു. അപ്പോൾ ആ ഗ്രൈൻഡറിൽ ആ വെള്ളം ഒരു 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഒരു 5 വിസിൽ വേവാൻ മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വയറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു ചൂടുകട്ടിയുള്ള പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ, അഗെയിൻ റൈസ് ബ്രാൻ ഓയിലാണ്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുകയാണ്. തേങ്ങാക്കൊത്ത് ഇല്ലാതെ റോസ്റ്റ് ഒന്നും ഇതാവില്ല. ബീഫ് റോസ്റ്റ് ആണെങ്കിലും ബീഫ് ഡ്രൈ ഫ്രൈ ആണെങ്കിലും ഒക്കെ തേങ്ങാക്കൊത്ത് വേണം. നമ്മുടെ കേരള ബീഫ് ഡ്രൈ ഫ്രൈ ഒക്കെ അതുപോലെയാണ് ഈ ഒരു പോർക്ക് റോസ്റ്റ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല മൂത്തതായി ഈ ഒരു കളറാകുമ്പോൾ നമുക്കത് വറുത്ത് കോരാം. തേങ്ങാക്കൊത്ത് അതിലിടുന്ന നല്ലതല്ല കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടുകയാണ്. എന്നിട്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം സവാളയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി വരാം. പെട്ടെന്ന് വഴക്കാൻ വേണ്ടി നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഉപ്പ് ഒരു കൈ അളവാണ് ഞാനിവിടെ ഇട്ടത്, നിങ്ങളുടെ അളവനുസരിച്ച്. ഇതേ കളറ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യാം. അപ്പം കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ, ഗരം മസാല ഒരു 3 ടീസ്പൂൺ. അതിനുശേഷം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തായിരുന്നു, അത് പക്ഷേ വന്നില്ല. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ആ ഒരു പച്ച മണം മാറണം. അപ്പോൾ നമ്മുടെ പോർക്ക് വേവിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നല്ലോണം വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇതെല്ലാം കൂടെ നന്നായിട്ട് തടിത്തേക്ക് വെച്ച് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം. പോർക്ക് നല്ലോണം വേവേണ്ട ഒരു മീറ്റാണ്. കുക്കറിൽ നമ്മൾ വെക്കുമ്പോൾ തന്നെ ഇത് വേവും, എന്നാലും കുറച്ച് നേരം കൂടെ സ്റ്റൗവിലിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ആ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇടാം. ഇത് ഞാൻ ഉണക്ക തേങ്ങയാണ് എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇതിടുന്നത്. അതിൻ്റെ ഗ്രേവിയൊക്കെ ആ തേങ്ങയിലേക്ക് കയറിയാൽ നല്ല ടേസ്റ്റാണ് ആ ഒരു കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ഞാനൊരു ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തത്. അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഇത്തിരിയും കൂടെ ഒന്ന് കുറയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഒരു ടൊമാറ്റോ ഈ വട്ടത്തിൽ ഈ ഷേപ്പിൽ അരിഞ്ഞിട്ട് ഞാനത് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. കഴിഞ്ഞു, നമ്മുടെ റെസിപ്പി ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇനി നല്ലൊരു മണമൊക്കെ വരും. അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കൂടെ വേവിക്കാം. അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് ടോപ്പ് ചെയ്യാം. മല്ലിയില ഇഷ്ടമാണെങ്കിൽ ഇടാം, പക്ഷേ ഇത് കേരള പോർക്ക് റോസ്റ്റ് അല്ലേ, അപ്പം മല്ലിയിലയുടെ പ്രസൻസ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസ് റിലേറ്റഡ് റെസിപ്പീസിന് നമ്മുടെ പ്ലേലിസ്റ്റായ ക്രിസ്മസ് സീരീസ് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്രിസ്മസ് ഡിഷുമായിട്ട് കാണാം. അതുവരെ ബൈ. അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്.